ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി വിത്ത് കുക്കാണ്, പഠിച്ചുകൊണ്ട് തിന്നൽ. ഇപ്പം എന്തിനാ പഠിക്കണമെന്നല്ലേ? എനിക്ക് നാളെ മുതൽ 4th സെമിസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സെമിസ്റ്റർ എക്സാം ഒക്കെ എത്ര പെട്ടെന്നാണ് വരുന്നതെന്നറിയോ ഗൈസ്? വന്നു പോകണമെന്ന് അറിയുന്നത് തന്നെയില്ല. ഇപ്പം ഞാൻ ഫൈനൽ ഇയർ ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്നല്ലേ? അങ്ങനെ ഇതാ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വാട്ടർ ബോട്ടിലുണ്ട്. എനിക്ക് വെള്ളം കുടിക്കാണ്ട് ശരിയാവില്ല, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഇതാ നമുക്ക് നാളെ IT എക്സാം ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ചാപ്റ്റർ ഉണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പോലുമില്ല. 4 ഇരുന്ന് പഠിക്കലാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, എക്സാമിൻ്റെ കാര്യം ഓർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ. എപ്പോൾ എക്സാം എഴുതുന്നത് തന്നെയാണ്, പക്ഷെ എന്നാലൊരു പേടിയാണ്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊരു മൂഡ് ഓഫ് വരുന്ന പോലെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഇതാ നേരെ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അവർ കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡിഷാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ വായന്ന് വെള്ളം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്താക്കി, വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് നേന്ത്രപ്പഴം. അങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിനെ കുനുകുനാന്ന് കട്ട് ചെയ്യാണ്. പിന്നെ ഗൈസ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ആ ലിങ്ക് കയറി അങ്ങ് ഫോളോ ചെയ്തു. അങ്ങനെ പഴം അരിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനൊരു മുട്ടയാണ് എടുത്തത്. അതിനങ്ങ് പൊട്ടിച്ച് പാത്രത്തിലാക്കി എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി വേണം, അതും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കണം. പിന്നെ ഗൈസ്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പയ്യെ പറയാം. അപ്പം അങ്ങനെ മുട്ടയൊക്കെ കലക്കിക്കഴിഞ്ഞു. അങ്ങനെ സ്റ്റൗ കത്തിച്ചു, നമ്മളെ പാന് വെച്ചു കൊടുത്തു. അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പഴത്തിന് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അങ്ങ് എടുക്കണം. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഫ്രൈ പാൻ ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും സ്റ്റൗ കത്തിക്കുന്നു, പാൻ വെക്കുന്നു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ കലക്കി വെച്ച മുട്ടയുണ്ടല്ലോ അതിനങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലും മെമ്പർഷിപ്പ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കയറി അങ്ങ് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യട്ടോ. അങ്ങനെ അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച പഴം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെയിറ്റ് ചെയ്യാൻ ടൈമില്ല, വേഗം അതിനെ പാത്രത്തിലാക്കി നമുക്കങ്ങ് കഴിച്ച് നോക്കാം. അപ്പോൾ അനിയത്തി ഉണ്ട് കേട്ടോ കൂടെ, അവർക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തിട്ട് റിവ്യൂ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയാ, പൊളി. വെച്ച് വെക്കാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? കൈകൃത അല്ലെങ്കിൽ എഗ് ബനാന സ്ക്രാമ്പിളിന് പറയൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മൾ കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് കാപ്പിപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. അടിയിൽ നിന്നൊക്കെ പോകുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല, കുറേ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അവർക്ക് കുടിക്കാൻ കൊടുക്കാം. നമുക്ക് ഇഷ്ടമില്ല എന്നെ കൊണ്ടുകൂടെ. ഇതിൽ കുറച്ച് മധുരം വേണം, ബാക്കിയുള്ള ഓക്കെയാണ്. ഇതാണ് കോൾഡ് കോഫി. ഓക്കെ, യു നോ ദാറ്റ്? യെസ്, ഇതാണ് കോൾഡ് കോഫി. സൂപ്പർ ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. അതെ, പ്രത്യേകിച്ച് ട്രൈ ചെയ്ത് കമന്റ് ഇടണേ. കുറച്ച് മധുരത്തിന്റെ കുറവ് വെച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ പഠിക്കാം. ബൈ ബൈ. അവർക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു, കുറച്ച് പഞ്ചാരൻ്റെ കുറവുണ്ട്, അതിനാണ്. പക്ഷെ എനിക്കിഷ്ടമായി, അത് മതി ഗൈസ്. അപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ്. പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വിചാരിച്ച് അങ്ങനെ കോൾഡ് കോഫി കുടിച്ച് പിന്നെ ആ ഡിഷ് കഴിച്ചു, അങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി പാസ്സാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണേ കേട്ടോ. പിന്നെ ഈ ഡിഷ് പറഞ്ഞ ആ ചങ്കിനിരിക്കട്ടെ 1000 താങ്ക്സ്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലോണം പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ
ബനാന സ്ക്രാമ്പിൾ ആണെങ്കിൽ പറയാനില്ല ഗൈസ്, അതിൻ്റെ പേരാണെങ്കിൽ ശരിക്കും ബയൽ കിട്ടുന്നില്ല. അപ്പോൾ അതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ അഡിക്റ്റഡ് ആകുന്ന ഒരു ഡിഷാണത്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ. ഒരു 10 to 15 മിനിറ്റ്സേ വേണ്ടൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാ ബൈ ബൈ.